എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻ്റൽസാറ്റ് 17 കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് മലയാളം ചാനലുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ഒരു DTHൻ്റെ പോലെ നമുക്ക് ലഭിക്കുന്ന ഒരു സാറ്റലൈറ്റ് തന്നെയാണ് ഇൻ്റൽസാറ്റ് 17. നമുക്ക് ഇനി എല്ലാവരും ചോദിക്കുന്ന പല ചോദ്യത്തിൻ്റെയും ഉത്തരമാണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത്. ഒന്നാമത്തെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ ഡിഷ് ആൻറ്റിന നമുക്ക് ലഭ്യമാണോ എന്നതാണ്. ഇതിന് എത്ര വില വരും? ഒരു 6 ഫീറ്റ് മിനിമം നമുക്ക് ഒരു സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എത്ര വരുമെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ റേറ്റുകളൊന്ന് പരിശോധിക്കാം. ഒരു 6 ഫീറ്റ് ഡിഷിന് നമുക്ക്, അത് 6 അടി ഡിഷിന് നമുക്ക് 18 റിബുള്ള 6 അടി ഡിഷിന് നമുക്ക് 6500 രൂപ, 6500-6500-6500 ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് സോളിഡ് പ്രൂഫാണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു റേറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് മിനിമം 6 ഫീറ്റ് ഡിഷെങ്കിലും വേണം. ഇനി നമുക്കടുത്തത് നമ്മുടെ 8 ഫീറ്റ് ഡിഷിന്, അതായത് നമ്മുടെ സോളിഡിൻ്റെ സെയിം അതേപോലുള്ള 8 ഫീറ്റ് ഡിഷിന് എത്ര റേറ്റ് വരും എന്ന് നമുക്ക് നോക്കാം. ഇതിന് വരുന്ന റേറ്റ് 15600, അതായത് 15600 അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡിഷാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. C/KU പ്രൈം ഫോക്കസ് സാറ്റലൈറ്റ് സി ബാൻഡ് ഡിഷാണ്. നിങ്ങൾക്കിതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഡിഷ് ആൻറ്റിന നമ്മുടെ 8 ഫീറ്റിൻ്റെ തന്നെ 18 റിബോർഡ് കൂടിയിട്ടുള്ള കുറച്ചുകൂടി വില കുറഞ്ഞിട്ടുള്ള ഡിഷ് ആൻറ്റിന നമുക്ക് എത്ര റേറ്റ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 12000 രൂപയാണ്. 12,000 റുപ്പീസ്. 12000, അതായത് 12000 ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 18 റിബോർഡ് കൂടിയിട്ടുള്ള ഒരു ആൻറ്റിനയാണിത്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പുതിയ ഡിഷിൻ്റെ റേറ്റുകളും പുതിയ ഡിഷ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ വാങ്ങുന്നതിൻ്റെ റേറ്റുകളുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പഴയ ഡിഷുകൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനി നമുക്ക് എത്രത്തോളം ചാനലുകൾ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് എന്നത് നമുക്ക് നോക്കാം. ചാനലുകളും അതേപോലെ അതിൻ്റെ TPയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ ഒരു സാറ്റലൈറ്റ് നമുക്ക് ഒരുപാട് മലയാളം ചാനലുകളും അതേപോലെ തന്നെ കന്നഡ ചാനലുകളും തമിഴ് ചാനലുകളും നമുക്ക് അവൈലബിൾ ആണ്. രാജ് മ്യൂസിക്, രാജ് കന്നഡ, രാജ് തെലുങ്ക്, രാജ് മലയാളം, അങ്ങനെ ഒരുപാട് ചാനലുകൾ. അതേപോലെ തന്നെ നമുക്ക് കൈരളി വി, മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും നമുക്ക് ഫ്രീ ടു എയർ ലഭിക്കുന്ന ഒട്ടുമിക്ക ചാനലുകൾ, മഴവിൽ മനോരമ, അമൃത എന്ന് പറയുന്ന ഒട്ടുമിക്ക ചാനലുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ TPയും അതേപോലെ തന്നെ ചാനലുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്, സ്ക്രീനിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുട് പ്രിൻറ്റ് എത്രത്തോളം ഏരിയയിൽ നമുക്ക് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ നമുക്ക് നല്ലപോലെ ലഭിക്കും എന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇൻ്റൽസാറ്റ് 17ൻ്റെ നമുക്ക് ലഭിക്കുന്ന സി ബാൻഡിൽ ലഭിക്കുന്ന സിഗ്നൽ, അതായത് ഫുട് പ്രിൻറ്റ് ഇതാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ത്യയിൽ നല്ലപോലെ നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് പുറത്തും നമുക്ക് നല്ല രീതിയിൽ സിഗ്നൽ ഈ ഫുട് പ്രിൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ എത്രത്തോളം സിഗ്നൽ ലഭിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി ഡിഷ് ആൻറ്റിന സൈസ് എത്രത്തോളം ഉള്ളത് വേണമെന്ന് ഇതിൻ്റെ തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫുട് പ്രിൻ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്രത്തോളം സിഗ്നൽ ഉണ്ട് എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആനുപാതികമായിട്ട് നമുക്ക് എത്രത്തോളം വലിയ ഡിഷ് ആവശ്യമാണ് എന്നതും ഈ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും ഇൻ്റൽസാറ്റ് 17 സിഗ്നൽ ലഭിക്കുന്നില്ല, പെട്ടെന്ന് ഫ്രീസാവുന്നു, ഇങ്ങനെ പല കാരണങ്ങളും പറയാറുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഉത്തരമാണ്. എന്തൊക്കെ കാരണങ്ങളാവാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഉത്തരമാണ്. നമ്മുടെ കണക്ടർ ലൂസാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, ലൂസാണെങ്കിൽ നമുക്കൊന്ന് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ കണക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാരണം കൊണ്ടും നമുക്ക് സിഗ്നൽ വരാതിരിക്കാം. ഈ കണക്ടർ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ആ സെൻറ്ററിൽ വരുന്ന ഭാഗം സൂക്ഷിച്ച് നോക്കുക. ആ സെൻറ്ററിൽ വരുന്ന ഭാഗം കോപ്പറാണ്, നോർമൽ ഉണ്ടാകുന്നത് കോപ്പർ തന്നെയാണ്. അത് തുരുമ്പ് കയറിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന
കോക്സിക്കൽ കേബിള് ക്വാളിറ്റി കുറവാണെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാം. ഈ കാരണം കൊണ്ടും നമുക്ക് സിഗ്നൽ ലഭിക്കാതെ വരാം. ഇത് കടൽ ഏരിയകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കണക്ടർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും പുതിയൊരു കണക്ടർ അടിക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനെ അഴിച്ചു നോക്കണം എന്നത് ഒരു കാര്യമാണ്. ഇനി അടുത്ത സിഗ്നലിൻ്റെ പ്രശ്നം, നമുക്ക് ഇന്നലെ വരെ നമുക്ക് സിഗ്നൽ ലഭിച്ചുകൊണ്ടിരുന്നു, ഇന്ന് പെട്ടെന്ന് വൈകുന്നേരം നോക്കുമ്പോൾ സിഗ്നൽ ലഭിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്നിൽ കൂടുതൽ നമ്മൾ ഡിഷ് ആൻറ്റിനകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി പല LMBകളും കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോളിഡിൻ്റെ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഡൈസിക്ക് സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ടർ അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഫങ്ഷൻ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കാം. അതായത് നമ്മുടെ ഈ ഡൈസിക്ക് കംപ്ലൈൻറ്റ് വരാം. അങ്ങനെയും നമുക്ക് സിഗ്നൽ വരാതിരിക്കാം. ചില സമയത്ത് ഡിലേ വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ സിഗ്നൽ ലഭിക്കാതിരിക്കാം. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഡൈസിക്ക് ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഒരു സിഗ്നൽ പ്രശ്നം നമുക്ക് നോക്കാം. ഇതാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഒരു മുളയാണ്. ഇത് കാണുമ്പോൾ അത്ര വലിയ ഒരു മറയായിട്ടൊന്നും നമുക്ക് തോന്നുകയില്ല. പക്ഷേങ്കിൽ ഈ ഒരൊറ്റ സാധനം കൊണ്ട് നമുക്ക് സിഗ്നൽ ലഭിക്കാതിരിക്കാം. ഇത് ചില സമയങ്ങളിൽ ഡിഷിൻ്റെ നേരെ നമ്മുടെ സിഗ്നൽ വരുന്ന ഭാഗത്തേക്ക് കാറ്റിന് ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതേപോലെ മുള തന്നെ ആവണമെന്നില്ല, മറ്റേത് മരമാണെങ്കിലും, അതായത് ഒരു ഓലയാണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് സിഗ്നൽ ലഭിക്കാതിരിക്കാം. അതുകൊണ്ട് സിഗ്നൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഷിൻ്റെ മേലെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ സ്ഥലത്ത് 5G ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5G ഫിൽറ്റർ LMB വെക്കുക. വീണ്ടും ഒന്നുകൂടി റീസെറ്റ് ചെയ്ത് ഡിഷ് ഒന്നുകൂടി ട്യൂൺ ചെയ്ത് കൃത്യമായിട്ട് സിഗ്നൽ മാക്സിമം എടുക്കുക. ഇത് ഇനി പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് 5G ഫിൽറ്റർ LMB നമ്മൾ എടുക്കണം എന്നതാണ്. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻറ്റൽസാറ്റ് 17ൻ്റെ ഞാൻ 5G ഫിൽറ്റർ സെറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ഹൈറ്റും അതേപോലെ തന്നെ ഏത് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ബോക്സുള്ള ഭാഗം നമ്മുടെ കിഴക്ക് ഭാഗത്തേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, പടിഞ്ഞാറ് ഭാഗത്തേക്കല്ല. കൃത്യമായിട്ട് കിഴക്കല്ല, കൃത്യമായിട്ടുള്ള ഈസ്റ്റ് ഡയറക്ഷനല്ല. അതേപോലെ ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അല്ല സെറ്റ് ചെയ്തിട്ട് ഈ ബോക്സ് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സ്റ്റാർ ഗോൾഡ് LMB ആണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 5G ഫിൽറ്റർ LMB തന്നെയാണ് ഇത്. നമുക്ക് 5G പ്രശ്നം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് 5G ഫിൽറ്റർ LMB ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ LMB ഏത് രീതിയിലാണ് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഒരു ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. അത് മുമ്പ് ഞാൻ അപ്സ്റ്റാർ സൈഡ് ക്ലാമ്പ് ചെയ്തതാണ്, പിന്നീട് അത് റിമൂവ് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ എലിവേഷനും എസ്യൂംത്തും എങ്ങനെയാണ്, എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് സാറ്റലൈറ്റ് ഡയറക്ടർ എന്ന ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ലൊക്കേഷനിൽ നിന്ന് GPS ഓൺ ചെയ്തതിന് കൃത്യമായിട്ടുള്ള എലിവേഷനും എസ്യൂംത്തും ലഭിക്കുന്നതാണ്. എന്നാലും ഞാൻ ഏകദേശം ഒരു എസ്യൂംത്തും എലിവേഷനും ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ മൊബൈലിലെടുത്ത സ്ക്രീൻഷോട്ടാണ്. കോമ്പസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എസ്യൂംത്ത് 216, അതേപോലെ തന്നെ എലിവേഷൻ 72 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഏത് LMB ആണ് നല്ലത് എന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോളിഡിൻ്റെ LMB തന്നെയാണ് നല്ലതും. അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റാർ ഗോൾഡ് LMB, ഇത് എനിക്ക് മറ്റൊരാൾ വിദേശത്ത് നിന്ന് വാങ്ങിയ LMB എനിക്ക് തന്നതാണ്. ഇത് വാങ്ങുന്ന സമയത്ത് ഇത് അത്ര പോരാ എന്ന അഭിപ്രായങ്ങളും പല ആൾക്കാരും പറഞ്ഞിരുന്നു. ഇത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഉള്ള എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. മറ്റ് LMBകളെക്കാളും, അതായത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് LMBകളെക്കാളും കുറച്ചുകൂടി, വളരെ കുറച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു 3, 4, 5% സിഗ്നൽ കുറച്ച് കൂടുതൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വിദേശ LMB മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ LMB ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ 5150/
അതേപോലെ തന്നെ 5750 ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു LMBക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇതിനകത്ത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 515/517 എന്നത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഏതൊരു LMBയുടെ മേലെയും എത്രയാണോ എഴുതിയിട്ടുള്ളത് ഈ ഒരു LMB ഫ്രീക്വൻസിയാണ് നിങ്ങളുടെ റിസീവറിനകത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഫ്രീക്വൻസി നമ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെയാണ് ഇത്രയും സൂം ചെയ്ത് കാണിക്കുന്നത്. ഇത് നിങ്ങൾ റിസീവറിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. അതിനകത്ത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ LMB ഫ്രീക്വൻസി നമ്മുടെ റിസീവറിൽ ടൈപ്പ് ചെയ്ത് കയറ്റേണ്ടതാണ്. ഇനി നമ്മുടെ ഇൻറ്റൽസാറ്റ് 17 കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഫോർ ഒരു ഇൻഫോർമേഷന് വേണ്ടി മാത്രം പറയുകയാണ്. അതായത് 2010 ഒക്ടോബറിലാണ് നമ്മുടെ ഇൻറ്റൽസാറ്റ് 17 ലോഞ്ച് ചെയ്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ നോർമൽ KU ബാൻഡും C ബാൻഡും നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് C ബാൻഡാണ്. C ബാൻഡ് സിഗ്നലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അതാണ് നമുക്ക് 6 ഫീറ്റ് ഡിഷിനകത്ത് നമ്മൾ C ബാൻഡ് സിഗ്നലാണ് പിടിക്കുന്നതും. ഏറ്റവും കൂടുതൽ ഹോം യൂസേഴ്സ് ഉപയോഗിക്കുന്ന C ബാൻഡ് ഡിഷ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻറ്റൽസാറ്റ് 17ലേക്കുള്ള സെറ്റ് ചെയ്ത ഡിഷ് തന്നെയാണ്. കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് 6 ഫീറ്റ് ഡിഷാണ് കൂടുതൽ ആൾക്കാരും ഇതിനു വേണ്ടി പ്രിഫർ ചെയ്യുന്നതും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും. ഇനി മറ്റൊന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇൻറ്റൽസാറ്റ് 17 നമ്മൾ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോങ് TP ഏതാണ്, ഒന്നാമത്തെ കാര്യം സ്ട്രോങ് TP ഏതാണ്. അതേപോലെ തന്നെ മുൻപ് നമ്മൾ ഉപയോഗിക്കുന്ന LMB 5150 എന്ന ഒരു ഫ്രീക്വൻസി നമ്പർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു നമ്മുടെ LMB 5G ഫിൽട്ടർ LMB ഉപയോഗിക്കുന്ന സമയത്ത് വൺ കേബിൾ സൊല്യൂഷൻ പോലുള്ള 5G ഫിൽട്ടർ LMB ഉപയോഗിക്കുന്നത് 5150/5750 ഈ ഒരു ഫ്രീക്വൻസി നമ്പർ ഉപയോഗിക്കുന്ന സമയത്ത് സിഗ്നലിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട്. അതായത് മീറ്ററിൽ നമ്മുടെ SF720 പോലുള്ള മീറ്ററുകളിൽ നമുക്ക് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് ഫ്രീക്വൻസി നമ്പർ കൊടുക്കും, ഏതാണ് സ്ട്രോങ് TP ഉള്ളത്, ഇത് പല ആൾക്കാർക്കും പല കൺഫ്യൂഷനുകളുമുണ്ട്. അതായത് ടെക്നീഷ്യന്മാർ സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഇതിന് ടൈപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് എന്നത്. വളരെ വിശദമായിട്ട് എല്ലാവരും മനസ്സിലാക്കുവാനും അതേപോലെ എല്ലാവരും ഇത് സെറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. നിങ്ങൾ ദയവായി ഒന്ന് കൃത്യമായിട്ട് ഒന്ന് നോക്കുക. ഇത് നമ്മുടെ ഡിഷ് ആൻഡിൽ നിന്നും കണക്ഷൻ വരുന്നത് SF720 മീറ്ററാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 70241440 എന്നതാണ് LMB ഫ്രീക്വൻസി ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സിഗ്നൽ 49% ഉണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ഇതൊക്കെ വരുന്ന TP ആണ് ഇത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇതേപോലെ നമുക്ക് അടുത്ത ഒരു ഫ്രീക്വൻസി കൂടി നോക്കാം. അതിൻ്റെ LMB ഫ്രീക്വൻസി കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിലും 5750 എന്നാണ് LMB ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത്. 39661440 എന്നതാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂസ് തമിഴ് 24ൻ്റെ ഒരു ചാനലും തന്തൈ TV തമിഴ് ചാനലുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ 54%, നേരത്തേത് 49%, ഏഷ്യാനെറ്റിന് കുറച്ച് സിഗ്നൽ കുറവാണ്. ഇതിന് 54% ഉണ്ട്. ഇനി അടുത്ത TP നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ LMB ഫ്രീക്വൻസി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. 5150 എന്ന് കൊടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് വരുന്നത്. 4015 ഹൊറിസോണ്ടൽ 30,000. ഇത് കൈരളിയുടെ TP ആണ്. ഏഞ്ചൽ TV ഒരു ക്രിസ്തീയ ചാനലാണ്. കൈരളി ചാനലാണ്. ഇനി അടുത്തതിൻ്റെ LMB ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്തും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3894 ഇതിൻ്റെ LMB ഫ്രീക്വൻസി. 5750 എന്നതാണ് ഇതിൻ്റെ LMB ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത്. ഇതിന് 54% നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. മോജോ, CVR ഹെൽത്ത്, തെലുങ്ക് ചാനലുകളാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ 54% നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട് ഇതിനകത്ത്. മെയിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ LMB ഫ്രീക്വൻസി 5750 ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതിൻ്റെ നമുക്ക് അടുത്ത ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അതായത് 3845 വെർട്ടിക്കൽ 28800. ഇത് ഹൊറിസോണ്ടൽ ജസ്റ്റ് നമ്മുടെ LMB ഒന്ന് തിരിക്കുന്ന സമയത്ത് മാറുന്നതാണ്, വെർട്ടിക്കലും ഹൊറിസോണ്ടലും മാറുന്നതാണ്. ഇതിന് 5150 എന്നതാണ് കൊടുത്തിട്ടുള്ളത്. 5150 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് 67-68% നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്, നല്ല സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ആയുഷ് TV, സായിറാം TV എന്ന് പറയുന്ന പോലുള്ള ചാനലുകളാണ് ഇതിനകത്ത് നമുക്ക് ഇൻ്റൽസാറ്റിൽ 17 നമുക്ക് ലഭിക്കുന്നത്. 5150. ഇനി അടുത്ത ഒരു TP കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 3885 30,000 എന്ന TP. ഈ TPയുടെ നിങ്ങൾ LMBയുടെ ജസ്റ്റ് ഫ്രീക്വൻസി നമ്പർ ചെക്ക് ചെയ്യുക. 5150 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് LMB മാറ്റങ്ങൾ യാതൊന്നും തന്നെ വരുത്തിയിട്ടില്ല. നേരത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സെയിം LMB, സ്റ്റാർ ഗോൾഡിൻ്റെ LMB ആണ് ഇതിന് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തതും കൊടുത്തതും. ഇതിൽ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൃത്യമായിട്ട് ഞാനിതിൽ കാണിച്ചത്, വീഡിയോയിൽ ഇതിൻ്റെ LMB ഫ്രീക്വൻസി കാണിച്ചത്. നിങ്ങൾ LMB ഫ്രീക്വൻസി മാറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറയുന്നതായിരിക്കും. അതായത് സിഗ്നൽ സാധാരണ നല്ല രീതിയിൽ ലഭിക്കുന്ന സിഗ്നൽ അതിൻ്റെ പെർസെൻറ്റേജ് വളരെയധികം കുറയുന്നതായിരിക്കും. മുൻപ് വരുന്ന LMBകൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് 5150 മാത്രമായിരുന്നു. അന്ന് ഇതുപോലുള്ള കൺഫ്യൂഷനുകളൊന്നും ആർക്കും വരാൻ സാധ്യതയില്ല. ഇപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പല ആൾക്കാർക്കും ഈ സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി TV സ്ക്രീനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് LMB ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത് 5150, 5750 ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈസിക് സ്വിച്ച് പോർട്ട് നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മേലെ നമ്മുടെ ഡിഷ് ആൻറ്റിനയുടെ അടുത്തുള്ള ഡൈസിക് സ്വിച്ച് പോർട്ട് നമ്പർ 2ലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നോർമൽ നിങ്ങൾ ഒന്ന് മാത്രം കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കാം. സിംഗിൾ സാറ്റലൈറ്റ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റിൻ്റെ പേര് എന്ത് വേണമെങ്കിലും ആവാം. FTA ഓൺലി S എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈരളിയുടെ ഒരു ചാനൽ നിങ്ങൾക്ക് ഫ്രീ ടു എയർ ആയിട്ട് ലഭിക്കുന്ന ചാനൽ ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നോ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാനലുകളും ലഭിക്കുന്നതായിരിക്കും. ട്യൂൺ ചെയ്യുമ്പോൾ എല്ലാ ചാനലുകളും ബ്ലൈൻഡ് സ്കാൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനലുകൾ ട്യൂൺ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് സ്പീഡാക്കിയിട്ട് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഏകദേശം മലയാളം ചാനലുകളും നമുക്ക് വന്നു കഴിഞ്ഞു. ചാനലുകൾ ലഭിച്ചു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സിഗ്നൽ ജസ്റ്റ് ഒന്ന് നോക്കാം. കൗമുദി ചാനലിൻ്റെ സിഗ്നൽ, അതേപോലെ തന്നെ TPയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. മക്കൾ TV ചാനലിൻ്റെയും TPയും സിഗ്നലും കാണാവുന്ന ന്യൂസ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലാണ്. ഇതിൻ്റെയും സിഗ്നൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാതൃഭൂമി ന്യൂസ് ഏഷ്യാനെറ്റാണ്, മിഡിൽ ഈസ്റ്റാണിത്. അതേപോലെ തന്നെ അടുത്ത സഫാരി 69% ഉണ്ട്. കൈരളിയുടെ TP നല്ല സിഗ്നലുണ്ട്, 72% നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. 40-13 ഹൊറിസോണ്ടൽ 30,000 എന്നതാണ്. അതുപോലെ NKR TV ഒരു കന്നഡ ചാനലാണ്, നല്ലപോലെ സിഗ്നൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ടോട്ടൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ചാനലുകൾ പ്രോഗ്രാം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റിൻ്റെ വിഷയം വരുന്നത് കൊണ്ടാണ് കാണിക്കാത്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതേപോലെ മറ്റാർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് മാക്സിമം ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.